ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 14. സന്ദേശങ്ങൾ, പ്രശ്നങ്ങൾ, വിജയങ്ങൾ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ചു ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. എബ്രായരുടെ ലേഖനം 10-ാം അധ്യായം 39-ാം വാക്യം. ശുശ്രൂഷയിലായിരിക്കുന്ന ദമ്പതികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും ദരിദ്ര രാജ്യങ്ങളിലൊന്നിലേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്ന് തന്നെ തടയാൻ സാമൂഹിക അശാന്തി, അപകടം, അസ്വസ്ഥത എന്നിവയുടെ യാഥാർത്ഥ്യത്തെ ജിമ്മി അനുവദിച്ചില്ല. നാട്ടിലുള്ള ഞങ്ങളുടെ ടീമിന് തുടർച്ചയായി വന്ന വാചക സന്ദേശങ്ങൾ അവൻ നേരിട്ട വെല്ലുവിളികൾ വെളിപ്പെടുത്തുന്നതായിരുന്നു. ശരി കുട്ടികളെ, പ്രാർത്ഥനാ ലൈൻ സജീവമാക്കുക. കഴിഞ്ഞ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ 10 മൈൽ പിന്നിട്ടു. കാർ 1 ഡസൻ തവണ അമിതമായി ചൂടായി. ഗതാഗത തടസ്സങ്ങൾ അർത്ഥമാക്കുന്നത് 5 മണിക്കൂർ കാത്തുനിന്നവരോട് പ്രസംഗിക്കാൻ അർദ്ധരാത്രിക്ക് തൊട്ടു മുമ്പാണ് അദ്ദേഹം എത്തിയത് എന്നതാണ്. പിന്നീട് ഞങ്ങൾ മറ്റൊരു സ്വരത്തിലുള്ള ഒരു സന്ദേശം ലഭിച്ചു. അത്ഭുതകരമായ കൂട്ടായ്മയുടെ മാധുര്യമുള്ള സമയം. 1 ഡസനോളം പേർ പ്രാർത്ഥനയ്ക്കായി മുന്നോട്ട് വന്നു. അതൊരു ശക്തമായ രാത്രിയായിരുന്നു. ദൈവത്തെ വിശ്വസ്തമായി സേവിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കാം. എബ്രായർ 11 പട്ടികപ്പെടുത്തിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ മാതൃകകൾ അത് സമ്മതിക്കും. ദൈവത്തിലുള്ള വിശ്വാസത്താൽ നിർബന്ധിതരായ സാധാരണ പുരുഷന്മാരും സ്ത്രീകളും അസുഖകരമായതും മനസ്സിലാക്കാൻ കഴിയാത്തതുമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ചു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. അപകട സാധ്യതകൾ ഏറ്റെടുക്കാനും ബലത്തിനായി ദൈവത്തിൽ ആശ്രയിക്കാനും അവരുടെ വിശ്വാസം അവരെ പ്രേരിപ്പിച്ചു. നമുക്കും അങ്ങനെ തന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നത് അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോയേക്കില്ല. പക്ഷേ അത് നമ്മെ തെരുവിനപ്പുറത്തേക്കോ ക്യാമ്പസിനപ്പുറത്തേക്കോ ഉച്ച ഭക്ഷണ മുറിയിലോ ബോർഡ് റൂമിലോ ഉള്ള ഒഴിഞ്ഞ ഇരിപ്പിടത്തിലേക്കോ കൊണ്ടുപോയേക്കാം. അപകടകരമാണോ? ഒരു പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ദൈവം നമ്മെ സഹായിക്കുന്നതിനാൽ അപകട സാധ്യതകളെ മൂല്യമുള്ളതാക്കി തീർക്കും. ചിന്തിക്കുക, അത് അസുഖകരമാണെങ്കിൽ പോലും നിങ്ങൾക്ക് എങ്ങനെ ഒരു റിസ്ക് എടുത്ത് യേശുവിനെ അനുഗമിക്കാൻ കഴിയും. ദൈവത്തിന് മഹത്വം.